ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവങ്ങളുടെ പ്രകാരം ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ നൽകിയതോർത്ത് ദൈവത്തോട് നന്ദി പറയുന്നു. നമുക്ക് തുടർന്നും ദൈവവചനത്തിൻ്റെ മുമ്പിൽ അല്പസമയമായിരിക്കാം. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 43 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ പരാതരമായി. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണനാകുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണർ ആകുകയും. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചുകൊണ്ട് വന്നതായ അതേ വിഷയം തന്നെയാണ് ഇന്ന് പകൽക്കാലവും നമ്മൾ സംസാരിക്കുന്നത്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തികവുള്ളവർ ആയിത്തീരുന്നത്? നമ്മൾ 3 വിധത്തിലുള്ള മനുഷ്യരെ കുറിച്ച് ചിന്തിച്ചു. ഒന്ന് പ്രാകൃതൻ, രണ്ടാമത്തേത് ജഡീകൻ, മൂന്നാമത്തേത് ആത്മീയൻ അഥവാ ന്യൂമാറ്റിക്കോസ്. ന്യൂമാറ്റിക്കോസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ എന്നാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനുമാണ് ആത്മീയൻ എന്ന് പറയുന്നത്. ഒരാൾ ആത്മീയൻ ആയിരിക്കുന്നു എന്ന് വിചാരിച്ച് അവൻ തികവുള്ളവനായിരിക്കണമെന്നില്ല. ഇവൻ ആത്മീയനായിരിക്കുന്നു എന്ന് വിചാരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കുന്നവൻ ആയിരിക്കുന്നു എന്ന് വിചാരിച്ച് അവന് തികവുള്ളവനായിരിക്കണമെന്നില്ല. തികവെന്ന് പറയുന്നത് ആത്മീക വളർച്ചയാണ്. ആത്മീക മനുഷ്യൻ്റെ വളർച്ചയിൽ വരുന്നതായ മാച്യൂരിറ്റിയെയാണ് തികവുള്ളവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പകൽക്കാലം നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ചെയ്തതായ ഗിരിപ്രഭാഷണത്തിൽ നിന്നാണ്. ദി സെർമൺ ഓൺ ദി മൗണ്ട്. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, ബൈബിളിൽ 2 തരത്തിലുള്ളതായ പ്രസ്താവനകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇംഗ്ലീഷിൽ അതിനെ ഇൻഡിക്കേറ്റീവ്സ് എന്നും ഇമ്പറേറ്റീവ്സ് എന്നും എന്നാണ് പറയുന്നത്. ഇൻഡിക്കേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട് ഓർ ട്രൂത്ത്, ഒരു സത്യപ്രസ്താവന, അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു അതിനെ അടിസ്ഥാനമാക്കി മാത്രമേ ഇമ്പറേറ്റീവ്സ് വരുന്നുള്ളൂ. നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ദൈവം പറയുമ്പോൾ അത് ഇൻഡിക്കേറ്റീവ്സിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇൻഡിക്കേറ്റീവ്സ് എന്താണ് എന്ന് നമ്മൾ അറിയാതെ ഇമ്പറേറ്റീവ്സിൽ, കമാൻഡ്സിൽ പ്രാധാന്യം കൊടുത്താൽ നമ്മൾ ചെന്നപ്പെടുന്ന കുഴിക്കാണ് ലീഗാലിസം അഥവാ വർക്ക് റൈറ്റിയസ്നെസ് എന്ന് പറയുന്നത്. ഈ സെർമൺ ഓൺ ദ മൗണ്ടിൽ അതിൻ്റെ 3 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ ആരാണ് ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. ആരാണ് ഭാഗ്യവാൻ? ഈ ഭാഗ്യാവസ്ഥയിൽ ഒരുവൻ എത്തിച്ചേർന്നിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്താലാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്താൽ മാത്രമേ ഒരുവന് ഭാഗ്യവാനാകുവാൻ
ബൈബിൾ പ്രകാരം സാധിക്കത്തുള്ളൂ, പ്രവർത്തിക്കാൻ സാധ്യമല്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്താൽ നാം പ്രവേശിച്ചിരിക്കുന്നതായ ഭാഗ്യാവസ്ഥ എന്തൊക്കെയാണ്? ആ ഭാഗ്യാവസ്ഥയിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് തുടരണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജീവിച്ചാലാണ് ഈ ഭാഗ്യാവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ കഴിയുന്നത്? ഈ ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും തുടർന്ന് ഈ സെർമൺ ഓൺ ദ മൗണ്ടിൽ യേശു ക്രിസ്തു നാം അനുകരിക്കണമെന്ന് പറയുന്നതായ കാര്യങ്ങളെയും പരിശോധിച്ചാൽ അത് ലോക വ്യവസ്ഥകളിൽ നിന്നും എൻ്റർലി ഓപ്പോസിറ്റാണ്. ഈ 5, 6, 7 അധ്യായങ്ങളിലാണ് നമ്മൾ കിങ്ഡം വാല്യൂസ്, ദ മൊറാലിറ്റി ഓഫ് ദ കിങ്ഡം, എത്തിക്സ് ഓഫ് ദ കിങ്ഡം, ദൈവം സ്ഥാപിച്ചതായ പുതിയ വ്യവസ്ഥയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾ എങ്ങനെ ജീവിക്കണം, അവരുടെ മോട്ടീവ് എന്തായിരിക്കണം, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, അവരുടെ അപ്രോച്ച് എന്തായിരിക്കണം, അവരെങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്, അവരെങ്ങനെ ജീവിച്ചാലാണ് അവർ ദൈവത്തിന് പ്രയോജനമുള്ളവരായിത്തീരുന്നത്, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ സവിസ്തരം പ്രസ്താവിച്ചിരിക്കുന്ന ഈ സെർമൺ ഓൺ ദ മൗണ്ട് പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു വേദഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ സെർമൺ ഓൺ ദ മൗണ്ട് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒക്കുന്ന കാര്യമല്ല, നിങ്ങൾക്കറിയാം. എങ്കിലും അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് വായിച്ചതായ കുറിവാക്യത്തിലേക്ക് വരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 5-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 16 വരെ ഉള്ളതായ വാക്യങ്ങൾ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, സെർമൺ ഓൺ ദ മൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇന്നർ സർക്കിളിൽപ്പെട്ട അഥവാ ശിഷ്യന്മാരായി തീർന്ന വ്യക്തികളോട് ദൈവം ചെയ്തതായ പ്രസംഗമാണ്. അപ്പോൾ 3 മുതൽ 16 വരെ എന്തൊക്കെയാണ് ഒരു ശിഷ്യന്റെ പ്രത്യേകത? 17 മുതൽ 48 വരെ പറയുന്നത് ദി മാനിഫെസ്റ്റോ ഓഫ് ദ കിങ്ഡം, അതായത് എന്താണ് പഴയ നിയമ വ്യവസ്ഥയിൽ നിന്ന് പ്രത്യേകിച്ച് അല്ലെങ്കിൽ അതിനെ അധികരിച്ചുകൊണ്ട് യേശു ക്രിസ്തു സ്ഥാപിച്ചിരിക്കുന്നതായ നീതി വ്യവസ്ഥ, ദൈവങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതായ നീതി വ്യവസ്ഥ എന്താണ് എന്ന് തുടർന്നുള്ള വാക്യങ്ങളിലാണ് വിശദീകരിക്കുന്നത്. 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമ്മളെല്ലാവരും ആത്മാവിൽ ദരിദ്രരായതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമുക്ക് രക്ഷ വേണമെന്നും നമ്മൾ ദൈവമില്ലാത്ത ആത്മാവ് മരിച്ചതാണെന്നൊക്കെ മനസ്സിലാക്കി ആ ദാരിദ്ര്യം, ആത്മീയ ദാരിദ്ര്യം മനസ്സിലാക്കിയാണ് നാം ദൈവഭാഗത്തേക്ക് വന്നത്. അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആയതുകൊണ്ട് നമ്മൾ സമ്പന്നന്മാരായില്ല. നമ്മൾ എല്ലാ കാലത്തും ഈ ആത്മീയ ദാരിദ്ര്യത്തിൽ നിലനിൽക്കണമെന്നാണ് യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തികവനെ കുറിച്ചാണ്, പക്വതയെക്കുറിച്ചാണ്. ഈ പക്വതയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഏത് കാലത്തും വളർച്ചയുണ്ട്. ഒരിക്കൽ ഈ വളർച്ച നമ്മൾ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ ജഡത്തിൽ ജീവിക്കും കാലത്തോളം ഈ വളർച്ച തീരുന്നില്ല. എല്ലാ കാലത്തും ഒരു ദൈവപൈതൽ വളർന്നുകൊണ്ടേയിരിക്കണം. വളർന്നുകൊണ്ടേയിരിക്കണമെങ്കിൽ അവൻ ആത്മീയമായ ഒരു ദാരിദ്ര്യം എപ്പോഴും അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നവനായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിക്കുന്നതിൽ, ദൈവവചനം അനുസരിക്കുന്നതിൽ, ദൈവവചന പ്രകാരം ജീവിക്കുന്നതിൽ, ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരുന്നതായ കാര്യങ്ങളിൽ അവൻ ഏത് കാലത്തും വളർച്ച ഉണ്ടാകുന്നവനായിരിക്കണം. അവൻ്റെ വളർച്ച മുരടിച്ചു പോകുവാനായിട്ട് പാടില്ല. ദൈവവചനത്തിന് അവൻ്റെ ചെവി ഒരിക്കലും അടയുവാനായിട്ട് പാടില്ല. അവനെ പഠിപ്പിക്കുവാൻ ഒക്കാതെ വണ്ണം അവൻ്റെ ഹൃദയം തഴമ്പിച്ചതായി മാറുവാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ആത്മീക ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ, അവൻ ദൈവരാജ്യത്തിലായിരിക്കുമ്പോൾ എപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് ഞാൻ ആത്മീയമായി സമ്പന്നനാകണം,
എനിക്ക് ആത്മീയമായി വളരണം, എനിക്ക് ആത്മീയത്തിൽ തികവുള്ളവനായി മാറണം, എനിക്ക് ദൈവരാജ്യത്തിൽ പ്രയോജനമുള്ളവനായി മാറണം. ഈ ദൈവരാജ്യത്തിൽ പറയുന്ന ഈ ഭാഗ്യാവസ്ഥകളും തുടർന്നുള്ളതായ ചിന്തകളും ഒക്കെ യേശുക്രിസ്തു നേരിട്ട് നമ്മെ പഠിപ്പിച്ചു തന്നതാണ്. ഇതിൻ്റെ എല്ലാം ഏക ഉദ്ദേശം എന്ന് പറയുന്നത് ഈ അനുഗ്രഹങ്ങളൊന്നും നമ്മിൽ തന്നെ അവസാനിക്കരുതെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഇറ്റ് ഈസ് ടു ബി എ റിഡംറ്റീവ് ലൈഫ്. റിഡംറ്റീവ് ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മരക്ഷ മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർ രക്ഷിക്കപ്പെടണം, മറ്റുള്ളവർ വീണ്ടെടുക്കപ്പെടുവാൻ നമ്മുടെ ജീവിതം കാരണമായി തീരണം. അല്ലാതെ ഈ ഭാഗ്യാവസ്ഥകളൊന്നും നമ്മിൽ തന്നെ അവസാനിക്കുന്ന ഒരു ഭാഗ്യാവസ്ഥയല്ല. യഥാർത്ഥമായ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് ആത്മാവിന്റെ ദാരിദ്ര്യത്തിൽ നിന്നൊരു മുക്തതയുണ്ടായി. ഇന്ന് പലകാലം നമ്മൾ കേട്ടതുപോലെ ഈ അഗാപ്പേ ലവ് എന്നിലും നിങ്ങളിലും കൂടെ അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കണം. 4ാമത്തെ വാക്യത്തില് ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖം നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. മോർണിംഗ് അല്ലെങ്കിൽ കരയുക എന്ന് പറയുന്നത് നമുക്കെല്ലാം എപ്പോഴും സന്തോഷിച്ചിരിക്കാനാണ് എപ്പോഴും എല്ലാവർക്കും ആഗ്രഹം. ദുഃഖത്തിൻ്റെ അവസ്ഥകൾ വേറെ നമുക്കാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു കരയുന്നവരാ ഭാഗ്യവാന്മാരെന്ന്. കരയുന്നവരാണ്. ഈ ഒരാൾക്ക് കരയാൻ തോന്നുന്നെങ്കിലേ ആ മനുഷ്യന്റെ ആത്മീയ കണ്ണ് തുറന്നെങ്കിലേ അവന് കരയാനായിട്ടൊക്കെ തോന്നും. കാരണം അവന്റെ ആത്മീയ കണ്ണുകൾ തുറന്ന് എങ്ങോട്ട് നോക്കിയാലും അവന് കരയാനേ സാധിക്കത്തുള്ളൂ. ഒന്നും വേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളെ മാത്രം നോക്കിയാൽ മതി. അവരെ ഓർത്ത് നമ്മൾ എന്തുമാത്രം കരയണമെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. ചുറ്റുപാടുകൾ നോക്കിയാലോ, ഇന്നത്തെ ലോക വ്യവസ്ഥകളെ നോക്കിയാലോ, യാതൊരു സാഹചര്യം നമുക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളല്ല. ദൈവം നമ്മളെ കരയുവാൻ വേണ്ടിയായി ലോകത്താക്കിയിരിക്കുന്നു. ദൈവരാജ്യത്തിൽ നമുക്ക് വിശ്രമമില്ല. അതിനുള്ളതായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ നമ്മെ ഓർത്ത് തന്നെ കരയണം. യേശുക്രിസ്തു കരയുന്നവനായിരുന്നു. യേശുക്രിസ്തു നിലവിളിക്കുന്നവനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ രക്തം വെള്ളമായി പുറത്തു വന്നതാണ്. ദൈവത്തിന്റെ സ്തോത്രം. യെരൂശലേം പുത്രിമാര് അവനെ നോക്കി കരഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എന്താ നിങ്ങൾ എന്നെ നോക്കി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുകയും. കരച്ചിലിന്റെ അനുഭവം ദൈവമക്കളാകുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ കരയണം. പ്രാർത്ഥന എന്ന് പറയുന്നത് അതരചർവണമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് സത്യത്തിൽ കരയുക. ദൈവസന്നിധിയിൽ നമ്മുടെ ഓരോ തുള്ളി കണ്ണുനീരിനും സ്വർഗത്തിൽ വിലയുള്ളതാണ്. കാരണം എന്താ? അത് കാണുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് 6 സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഹ്യൂമിലിറ്റി, താഴ്മ, ഇതൊക്കെ ഓരോ വെപ്പൺസാണ്. നമ്മൾ മറന്നു പോകരുത്. ദൈവരാജ്യത്തിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാം ഓരോ വെപ്പൺസാണ്. നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ഈ ലോകത്ത് ചെയ്യാനുള്ള വെപ്പൺസാണ് യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരുന്നു താഴ്മ എന്ന് പറയുന്നത്. ദൈവപുത്രൻ്റെ അവൻ സ്വർഗത്തിൽ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ലോകത്തിലേക്ക് തന്നെത്താൻ താഴ്ത്തി കടന്നു വന്നവനാണ്. എന്തിനാ? നമ്മളെ സേവിക്കാൻ, നമ്മളെ ശുശ്രൂഷിക്കുവാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ.
അപ്പോൾ അവൻ്റെ മക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ നാം ദൈവരാജ്യത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹ്യൂമിലിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് അറിവ് വർദ്ധിക്കുമ്പോൾ, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, ജോലിയിൽ നമ്മൾ ശ്രേഷ്ഠന്മാരായി തീരുമ്പോൾ, ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ ആ തോതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ താഴണം. അതാണ് ഒരു ഭക്തൻ്റെ അടയാളം എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്നതോറും നമ്മൾ മനസ്സിലാക്കുന്ന നമുക്ക് കുറേ നമ്മൾ അറിയാൻ അതിൽ ഒരുപാടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാത്തതിൻ്റെ വ്യാപ്തിയാണ് അറിയുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ താഴ്മയുള്ളവരായിരിക്കുക, സൗമ്യതയുള്ളവരായിരിക്കുക. 6, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുക. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുക. ദൈവം നമ്മളെ നീതീകരിച്ചു, നമ്മൾ നീതിമാന്മാരായി, നമ്മൾ നീതി പ്രവർത്തികൾ ചെയ്യാൻ കടപ്പെട്ടവരാണ്. ആയതുകൊണ്ട് നമ്മൾ ദൈവരാജ്യത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മുടെ ഇഷ്ടത്തിനല്ല. ആ ഒരു വാഞ്ച, ആ ഒരു ആഗ്രഹം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ നീതിക്കായിട്ടുള്ളതായ വലിയ ഒരു ആഗ്രഹം, അതിനായിട്ടുള്ള വിശപ്പ്. അടുത്തത് കരുണയുള്ള ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ കരുണ ലഭിച്ചവരാണ്. നമ്മളോട് ദൈവം കരുണ കാണിച്ചത് നമ്മൾ അനേകരോട് കരുണ കാണിക്കുവാനാണ്. അനേകരോട് അവർ നമ്മളോട് ചെയ്ത തെറ്റുകളെ പൊറുക്കാനാണ്. അവരോടുള്ള വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളോട് കരുണ കാണിച്ചത്. നമുക്ക് അറിയാം, കരുണ കാണിച്ച ഒരാളുടെ കാര്യം സുശേഷത്തിൽ പറയുന്നുണ്ട്, കടം വീട്ടിക്കൊടുത്ത്. അതൊന്നും എടുക്കാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നതായ കരുണ നമ്മിൽ നിന്നു പോകരുത്. ആ കരുണ നമ്മിൽ നിന്ന് എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് പകരണം. അടുത്തത് 8ാമത്തെ വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയശുദ്ധി അല്ലെങ്കിൽ ഹോളിനെസ് ഇൻ ലൈഫ്, അത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം വിശുദ്ധി ഇല്ലാതെ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് സാധ്യമല്ല. വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവം പരിശോധനകളെ നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നത്. ലേഖനക്കാരൻ അത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പരിശോധനകളെ അയക്കുമ്പോൾ നാം അതിൽ പിറവിറക്കാതെ ദൈവസന്നിധിയിൽ നേരോടെ നിൽക്കുമ്പോൾ ദൈവം നമ്മെ വിശുദ്ധീകരിക്കുകയും ബലവാന്മാരാക്കുകയും നമുക്ക് ദൈവത്തോടുള്ള സാമീപ്യം അതുമൂലം വർദ്ധിക്കുവാനും ഇടയായിത്തീരും. അടുത്തത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം, നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടായി, മനുഷ്യരോട് സമാധാനം ഉണ്ടായി കാൽവറി മരണത്താൽ. എന്നാൽ ആ സമാധാനം നമ്മളെ സമാധാനത്തിൻ്റെ പുത്രന്മാരെന്ന് അറിയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സഭകളിൽ നമ്മൾ എപ്പോഴും പ്രവർത്തിക്കേണ്ടത് സമാധാനത്തിന് വേണ്ടിയാണ്. അല്ലാതെ വഴക്കുണ്ടാക്കാനോ ജഗട ഉണ്ടാക്കാനോ ഒന്നുമല്ല. സമാധാനത്തിൻ്റെ പുത്രന്മാരാണ് നമ്മൾ. എവിടെ സമാധാനത്തിൻ്റെ ഏജന്റുമാരായിരിക്കാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 10ാമത്തേതും അവസാനത്തേതും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ, അവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്ന നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായതുകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പീൻ.
അപ്പോൾ ദൈവരാജ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? പെർസിക്യൂഷൻസ് ഉണ്ട്. പൗലോസ് പറയുന്ന പോലെ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാകും. ഒരു ദൈവവേദന ഉപദ്രവങ്ങളെ നേരിടാനായിട്ട് ഉള്ളതായ തൻ്റെ ഇടമുള്ളവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവർക്ക് തീർച്ചയായും ഉപദ്രവങ്ങൾ ഉണ്ടാകും. എന്നാൽ ആ ഉപദ്രവങ്ങളിൽ നമ്മൾ പതറിപ്പോകാതെ നാം ദൈവരാജ്യത്തിൽ നേരെ നിൽക്കുന്നവരായിരിക്കും. ചുരുക്കത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്. ദൈവം നമ്മളെ ഭാഗ്യവാന്മാരാക്കിയിരിക്കുക. എന്നാൽ ആ ഭാഗ്യാവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതങ്ങൾ യേശുക്രിസ്തു കൽപ്പിച്ചതായ ഈ വാല്യൂസിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കണം നമ്മുടെ ദൈനംദിന ജീവിതമായിരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിലേ നമ്മൾ ദൈവരാജ്യത്തിൽ ഒരു പൗരനായി ജീവിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ലോക മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. അങ്ങനെയുള്ളതായ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി കൽപ്പിച്ചിരിക്കുന്ന വിജയം അനുഭവമാക്കുവാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗ്യാവസ്ഥയിൽ കൂടെ ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ഭാഗ്യാവസ്ഥയിൽ നാം നിലനിൽക്കുകയും ആ ഭാഗ്യാവസ്ഥയുടെ ഫലം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുവാനായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അടുത്ത ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. 13 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളിൽ യേശുക്രിസ്തു വായിക്കാമോ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ടൊന്ന് രസം വരുത്താം. പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തണ്ടിന്മേൽ അത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇവിടെ ദൈവമക്കളായ നമുക്ക് സമൂഹത്തോടുള്ളതായ കടപ്പാടിനെ കുറിച്ചാണ് യേശുക്രിസ്തു പറഞ്ഞത്. നാം ദൈവരാജ്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുമ്പോൾ സമൂഹത്തോട് നമുക്ക് ഒരു കടപ്പാടുണ്ട്. ആ കടപ്പാടെന്ന് പറയുന്നത് നാം ലോകത്തിൻ്റെ ഉപ്പായി തീരണം, ലോകത്തിൻ്റെ വെളിച്ചമായി തീരണം. അന്ധകാരത്തിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതായ ദൈവം എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉദിച്ചപ്പോൾ നമുക്ക് പ്രകാശമുള്ളവരായി, നമ്മൾ സത്യം അറിഞ്ഞവരായി, നമ്മുടെ സത്യം, നമ്മൾ പ്രാപിച്ചതായ സത്യം, ആ സത്യം മറ്റുള്ളവരെ അറിയിക്കുവാനായിട്ടുള്ള കടപ്പാട് നമുക്ക് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ അറിയാൻ വേണ്ടിയാണ്. അത് നമ്മൾ തന്നെ ഞാൻ രക്ഷിക്കപ്പെട്ടു അതുകൊണ്ടെല്ലാം തീർന്നു അവിടെ വെച്ച് ഒതുങ്ങുവാനായിട്ടല്ല. നമ്മൾ പ്രാപിച്ച അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതായ സത്യം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാൻ, എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. ആയതുപോലെ നമ്മൾ ലോകത്തിൻ്റെ ഉപ്പാകും. ഉപ്പിൻ്റെ ഉപയോഗം നമുക്കറിയാം. അത് നമ്മുടെ സേവനത്തെ കാണിക്കുകയാണ്. നാം ലോകത്ത് എങ്ങനെയൊക്കെ ലോകക്കാരെ സേവിക്കാമോ, അവരെ സഹായിക്കാമോ, അവരെ ശുശ്രൂഷിക്കാമോ, അതിനെല്ലാം ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. പെന്തക്കോസ്തുകാരെ ഗ്രേറ്റ് കമ്മീഷൻ ക്രിസ്ത്യൻസ് എന്നാണ് വിളിക്കുന്നത്. ഗ്രേറ്റ് കമ്മീഷൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവർ സുവിശേഷീകരണത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നവരാണ്. എന്നാൽ ദൈവജനത്തിലെ ഏറ്റവും പ്രധാന പഠിപ്പീരായ ദൈവ സ്നേഹത്തെക്കുറിച്ചോ
സേവനത്തെക്കുറിച്ചോ അവർ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. ആയതുകൊണ്ടാണ് എപ്പിസ്കോപ്പൽ ചർച്ചുകാർ നമ്മളെ ക്രിസ്ത്യാനിറ്റിയിലെ തീവ്രവാദികളെന്നാണ് വിളിക്കപ്പെടുന്നത്. കാരണം അവർ കൂടുതലും ഗ്രേറ്റ് കമാൻഡ്മെന്റിന് ആ സ്ഥാനം കൊടുക്കുന്നു. മാനുഷിക പ്രവർത്തനങ്ങൾക്ക്, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിന്, സമൂഹത്തെ സഹായിക്കുന്നതിന്. അപ്പോൾ ഗ്രേറ്റ് കമ്മീഷൻ ക്രിസ്ത്യൻസും ഗ്രേറ്റ് കമാൻഡ്മെന്റ് ക്രിസ്ത്യൻസും ഉണ്ട്. ഒരു സാദൃശ്യം പറഞ്ഞാൽ, ഒരിക്കൽ ഒരാൾ വെള്ളത്തിൽ വീണു, കടലിൽ വീണു. അറിയാൻ വയ്യാത്ത ആളാണ്. അറിയാൻ വയ്യാത്ത ആളായതുകൊണ്ട് അങ്ങനെ വെള്ളം കുടിച്ച് ചാകാൻ പോവുക. ഒരു ഗ്രേറ്റ് കമ്മീഷൻ ക്രിസ്ത്യൻ അത് കണ്ടുകൊണ്ടിരിക്കുക. അതെന്താ പറഞ്ഞെന്നറിയാം? നീ ജീവനോട്ടിരുന്നപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ, നിനക്കിതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. നീ ദൈവത്തെയാണ് ജീവിച്ചില്ലെങ്കിൽ നിന്റെ ഗതി പോക്കാണെന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാ. അവന് സന്തോഷമാണ്, അത് നിറവേറിയല്ലോ എന്ന്. പിന്നെ അറ്റ കൈക്ക് നീ കൈ അങ്ങനെ അടിക്കുക, ഇങ്ങനെ അടിക്കുക, കാല് അങ്ങനെ അടിക്കുക, രക്ഷപ്പെടാൻ നോക്കുന്നൊക്കെ കരയിൽ നിന്ന് പറയുക. എന്നാൽ ഈ ഗ്രേറ്റ് കമാൻഡ്മെന്റ് ക്രിസ്ത്യൻ എന്താ ചെയ്യുന്നറിയാം? അവൻ നേരെ ആ കടലിലേക്ക് എടുത്തു ചാടി നീന്തി അവനെ രക്ഷിച്ചു. ഞാൻ പറഞ്ഞത്, ഈ സേവനത്തിനാണോ സുവിശേഷം അറിയിക്കുന്നതിനാണോ പ്രാധാന്യം, ഒന്നാമത്തെ സ്ഥാനമെന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ സാധിക്കത്തില്ല. യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന ആരോടും നീ രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് ചോദിച്ചുകൊണ്ടല്ല യേശുക്രിസ്തുവിനെ സൗഖ്യമാക്കുകയോ അവൻ്റെ ആവശ്യങ്ങളെ നടത്തി കൊടുക്കുകയോ ചെയ്തത്. യേശുക്രിസ്തുവിനെ ആര് സമീപിച്ചോ, അതവൻ്റെ ഇമോഷണൽ നീഡ് ആകട്ടെ, സൈക്കോളജിക്കൽ നീഡ്സ് ആകട്ടെ, ഫിസിക്കൽ നീഡ്സ് ആകട്ടെ, സ്പിരിച്വൽ നീഡ്സ് ആകട്ടെ, ഏതാവശ്യമാണെങ്കിലും യേശു നടത്തി കൊടുക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളെക്കുറിച്ച് യേശുക്രിസ്തു കൺസേൺഡ് ആയിരുന്നു, അല്ലാതെ ആത്മാവിനെ കുറിച്ച് മാത്രമല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്, ബന്ധുക്കോസ്തരായ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ ഉപ്പാകാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് നമ്മിൽ അവസാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് ആത്മീയമായ അനുഗ്രഹങ്ങളാണെങ്കിലും ഭൗമികമാകുന്ന അനുഗ്രഹങ്ങളാണെങ്കിലും ദൈവരാജ്യത്തിലായിരിക്കുന്നിടത്തോളം ദൈവം നമ്മെ ഏൽപ്പിച്ചതായ അനുഗ്രഹങ്ങൾ അത് യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തിലേക്ക് അത് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ പ്രയോജനപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരനുഗ്രഹവും ദൈവം നമുക്ക് തരുന്നത് നമ്മിൽ തന്നെ അവസാനിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. താഴോട്ട് വരുമ്പോൾ 17-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുന്നത് വായിക്കാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. നിങ്ങളുടെ നീതി വേണ്ട മതി. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമകാലത്ത് ദൈവം ന്യായപ്രമാണം കൊടുത്തു അനുസരിക്കേണ്ടതിനായി. എന്നാൽ ഈ ന്യായപ്രമാണം എല്ലാം അനുസരിച്ചാലും
നമുക്ക് ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധം നമ്മൾ സ്ഥാപിച്ചു എന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. ന്യായപ്രമാണം മൊത്തം വേണ്ടതുപോലെ അനുസരിക്കാൻ ഒക്കത്തില്ലെന്നുള്ളത് ഒരു ശരി. അഥവാ അനുസരിച്ചാൽ തന്നെയും നമുക്ക് ദൈവവുമായിട്ടൊരു നല്ല ബന്ധം സ്ഥാപിക്കുവാനായിട്ട് സാധ്യമല്ല. നമുക്കറിയാം, മുടിയനായ പുത്രൻ്റെ കഥയിൽ നമ്മൾ കാണുന്നുണ്ട് മൂത്തവനായ പുത്രൻ. മുടിയനായ പുത്രൻ മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ അവൻ്റെ അപ്പൻ അവന് വേണ്ടി വലിയൊരു സദ്യയൊക്കെ വരും. അപ്പോൾ മൂത്തവൻ കടന്നു വന്ന് പറയുന്നത് എന്താ? 15-ാം അധ്യായം, ലൂക്കോസിന്റെ 15-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും ഒരു ആട്ടിൻകുട്ടിയെ എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ പിതാവിൻ്റെ ഭവനത്തിൽ ഇവൻ പാർക്കുകയാണെങ്കിലും പിതാവ് പറയുന്ന കൽപ്പനകളെല്ലാം ഇവൻ ചെയ്യുന്നുണ്ട്. അത് താഴോട്ട് തന്നെ പറയുന്നു. അപ്പൻ എന്തെല്ലാം പറഞ്ഞാലും അതിൻ്റെ 29-ാം വാക്യത്തിൽ ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. അപ്പോൾ പിതാവിൻ്റെ സകല കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് പിതാവിൻ്റെ ഭവനത്തിൽ വസിക്കുന്നതായ ഈ മൂത്രപുത്രൻ, അവന് പിതാവുമായിട്ട് ഒരു ബന്ധമില്ല. ഒരു ആത്മീയമല്ല, ഒരു എന്താ പറയുന്ന ഒരു സിൻസിയറായിട്ടുള്ള ബന്ധം അവനില്ല. എന്നാൽ പിതാവ് പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നത് എനിക്ക് ചങ്ങാതികളുമായി സന്തോഷിക്കേണ്ടത്. കുടുംബത്തിൽ അവന് സന്തോഷമില്ല, ദൈവവുമായിട്ട് അവന് സന്തോഷമില്ല. അവൻ്റെ സന്തോഷവും ബന്ധവും എല്ലാം പലതുമായിട്ടും മറ്റ് പലരുമായിട്ടാണ്. ഇതാണ് യഹൂദന്മാർക്ക് സംഭവിച്ചത്. അവര് ന്യായപ്രമാണം മുഴുവൻ ആചരിക്കുന്നവരായിരുന്നു. പക്ഷെ അവരെ നോക്കി യേശു പറഞ്ഞത് വെള്ള തേച്ച ശവക്കല്ലറുകളെന്നാണ്. വെള്ള തേച്ച നിങ്ങൾ അനുസരിക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ നിങ്ങളുടെ അകം എന്തുവാ? മുഴുവൻ ചീഞ്ഞ് നാറുകയാണ്. നിങ്ങൾ കിണ്ടിക്കിണ്ണങ്ങളുടെ പുറമെടുപ്പാണ്, അകത്തിന് യാതൊരു ശുദ്ധിയും ഇല്ല. അപ്പോൾ എന്താണ് ഇവിടെ യേശുക്രിസ്തു പറയുന്നതെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം കൊണ്ട് ആർക്കും രക്ഷപ്പെടുവാനായിട്ട് സാധ്യമല്ല. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു വന്നത് ന്യായപ്രമാണത്തെ നിവർത്തിക്കാനായിട്ട്. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. അതിൽ ഉറ്റുനോക്കി നാം അതനുസരിക്കുകയും അതിൽ നിലനിൽക്കുന്നവരുമായിരിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു വീണ്ടും ഒരു പ്രമാണം നമുക്ക് നൽകിയത്? ഒന്നാമത്തെ പ്രമാണം കൊണ്ട് ദൈവത്തിന് നമ്മുടെ അകമേ യാതൊരു ചേഞ്ചും വരുത്താനായിട്ട് സാധിച്ചില്ല. യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണം കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ അകം ചേഞ്ച് ചെയ്യുവാനായി, അവന് വീണ്ടും ജന്മം കൊടുക്കുവാനായി, അവന് പുതിയ ഒരു ഹൃദയം കൊടുക്കാനായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിൽ പകരുവാനായി ദൈവത്തിന് സാധിച്ചത് ന്യായപ്രമാണം കൊണ്ടല്ല, യേശുക്രിസ്തുവിൻ്റെ മരണം കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു ധനികനായ ഒരു യുവാവ് കടന്നു വന്നു. യേശുക്രിസ്തുവിനോട് എന്താ പറഞ്ഞേ?
നല്ല ഒരു ന്യായപ്രമാണം പറയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എല്ലാം അനുസരിക്കുന്നുണ്ട്, എനിക്ക് നിത്യരക്ഷ വേണം, ഇനി എന്തും കൂടെ ഞാൻ ചെയ്യണം. യേശു ക്രിസ്തു അവനെ നോക്കിയിട്ട് എന്താ പറഞ്ഞതെന്നറിയാം? നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അവനൊത്തിരി സമ്പത്തുണ്ടായിരുന്നു, വലിയ ധനികനായിരുന്നു, അപ്പോൾ തന്നെ ന്യായപ്രമാണമെല്ലാം അനുസരിക്കുന്നവനായിരുന്നു. അവൻ്റെ സമ്പത്ത് യേശു ക്രിസ്തുവിനെ അറിയുവാൻ ഒരു തടസ്സമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞു, നിന്റെ സമ്പത്തല്ലേ, അവ എങ്ങനെയൊക്കെയായ സമ്പത്ത് ഉണ്ടാക്കിയത് നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും ഈ സമ്പത്ത് യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് വലിയ തടസ്സമാണ് എന്ന് ആർക്ക് മനസ്സിലായി? യേശുവിന് മനസ്സിലായി. ഈ ദൈവത്തെ അറിയുന്നതിന്, യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് ഉള്ളതായ എല്ലാ തടസ്സങ്ങളെയും ഒരു മനുഷ്യൻ നീക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വരുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. സ്തോത്രം. യേശു ക്രിസ്തു തന്നെ പറഞ്ഞത്, കണ്ണ് നിനക്ക് ദോഷം വരുത്തുന്നെങ്കിൽ അതിനെ ചുഴഞ്ഞ് എടുത്ത് കളയുക. കൈയാണെങ്കിലോ വെട്ടിക്കളയുക, കാലാണെങ്കിലും വെട്ടിക്കളയാനാണ് പറഞ്ഞത്. നീ രണ്ട് കൈയുള്ളവനായിട്ട് രണ്ട് കാലുള്ളവനായിട്ടൊക്കെ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഞാൻ നിങ്ങൾ കൈയും കാലും മറ്റുള്ളൂ നല്ല യേശു ഉദ്ദേശിച്ചു. നാമം ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഇടയ്ക്ക് യാതൊരു തടസ്സവും വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരുന്നാൽ ഒരു കാലത്തും ആ മനുഷ്യൻ എന്തുണ്ടാകത്തില്ല? രക്ഷ ഉണ്ടാകത്തില്ല. മനുഷ്യന് രക്ഷ ഉണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം ഉണ്ടാകുമ്പോൾ മാത്രമേ സാധ്യമാകുകയുള്ളൂ. കാരണം ന്യായപ്രമാണം എല്ലാം അനുസരിക്കുമ്പോഴും നമ്മുടെ മനസ്സ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി പട്ടികളുണ്ട്. പട്ടികളെ മൂന്നായിട്ട് തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു ഗ്രൂപ്പ് ഈ സ്ട്രേ ഡോഗ്സാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികൾ. ഉടയനില്ല, എവിടെ നോക്കിയാലും കണിപ്പോൾ വലിയ അപകടം, നമുക്ക് വെളിക്കോട്ടൊന്നും ഇറങ്ങാനും ഇല്ല. പട്ടി അടിക്കും. പേപ്പട്ടികളൊക്കെ ഒരുപാടുണ്ട്. ഇങ്ങനെ ഉടയവനില്ലാത്ത ഒരുപാട് പട്ടികൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതായിട്ട് കാണാം. ഉപദ്രവകാരികളായ പട്ടികൾ. കാരണം ചോദിക്കാനും പറയാനും സംരക്ഷിക്കാനും ഒന്നും ആരുമില്ല അവർക്ക്. ഇങ്ങനെയുള്ള വിശ്വാസികളുണ്ട് കേട്ടോ. അവരൊരു സഭയിൽ എന്ത് ചെയ്യത്തില്ല, ഒരു സഭയിൽ അവര് സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. ചെല്ലുന്നിടത്തെല്ലാം അവർ പ്രശ്നം ഉണ്ടാക്കും. ചെല്ലുന്നിടത്തെല്ലാം അവർ പ്രശ്നം ഉണ്ടാക്കും. അവരെ വിശ്വാസിയെന്ന് വിളിക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവര് പ്രശ്നക്കാരാണ്, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. ഇങ്ങനെയുള്ള വിശ്വാസികളുണ്ട് കേട്ടോ. രണ്ടാമത്തെ തരത്തിലുള്ള ഡോഗ്സ് എന്ന് പറയുന്നത് ചെയിൻഡ് ഡോഗ്സാണ്. ചങ്ങലയിട്ടിരിക്കുന്ന, ചങ്ങലയ്ക്ക് ഇട്ട് വളർത്തുന്ന പട്ടികളാണ്. ഈ പട്ടികളെ അഴിച്ചു വിട്ടാൽ ഇത് എന്ത് ചെയ്യുമെന്നറിയാമോ? അത് ഗേറ്റ് കടന്ന് വെളിയിൽ പോയാൽ പിന്നെ തിരിച്ചു വരികയില്ല. ചങ്ങല ഇട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് ആ വീട്ടിൽ കിടക്കുന്നത്. ഇങ്ങനെയുള്ള വിശ്വാസികളുമുണ്ട്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ നല്ല അനുസരണത്തിൽ വളർത്തണം. കാരണം 10-18 വയസ്സ് കഴിഞ്ഞാൽ
നമ്മുടെ ആ ബന്ധനം അങ്ങ് തീരും. പിന്നെ എങ്ങോട്ടാ പോകുന്നത് നമുക്ക് അറിയാനൊക്കെ ഇല്ല. ഞാൻ പറഞ്ഞാൽ ഞാൻ സ്വിറ്റ്സർലൻഡായിരുന്നു. ഞങ്ങളുടെ മക്കളെ അവിടെ കൊണ്ടുപോകാൻ കാര്യമല്ല. കാരണം അവിടെ ചെന്നാൽ അവർ നമുക്ക് എന്നേക്കുമായിട്ട് നഷ്ടമായിരുന്നു. അപ്പോൾ ഈ ബന്ധനം, ഈ ചെയിൻ നമ്മൾ എപ്പോൾ അഴിക്കുന്നോ അപ്പോൾ എന്ത് ചെയ്യും? ഈ പട്ടി ഓടിപ്പോകും. ഇങ്ങനെയുള്ള വിശ്വാസികളുമുണ്ട്. ഇവരെയാണ് ന്യായപ്രമാണ വിശ്വാസികളെന്ന് പറയുന്നത്. എന്താണ് ന്യായപ്രമാണ വിശ്വാസികൾ? ഗലാത്യർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അവർ വീണ്ടും ന്യായപ്രമാണത്തിൽ ഇരിപ്പാൻ അവർ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഞങ്ങൾക്കൊരു കുറ്റി വേണമെന്നാണ്. ഞങ്ങളെ കുറ്റി അടിച്ച് ഞങ്ങളെ എന്ത് ചെയ്യണം? ബന്ധിക്കണം. യേശു ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. യേശു ക്രിസ്തുവുമായി ആത്മാർത്ഥമായ ഒരു ബന്ധം സ്ഥാപിക്കുവാനോ അതിൽ നിലനിൽക്കുവാനോ അവർക്ക് കഴിയുന്നില്ല. അവരോടാ പൗലോസ് പറയുന്നത്, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയെന്നാണ് അവരോട് പറയുന്നത്. ആ ഭാഗത്ത് വായിച്ച്, ഗലാത്യർ 5-ാം അധ്യായം 1-4 വാക്യം ഒന്ന് വായിച്ച്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. 4-ാമത്തെ വാക്യം കൊണ്ട്, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ ബന്ധം നഷ്ടമായി. ആരോടുള്ള? യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം നിങ്ങൾക്ക് നഷ്ടമായി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊരു കുറ്റി അടിച്ച് തരുവീൻ, ഞങ്ങൾ അവിടെ കിടന്ന് കറങ്ങട്ടെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ അനുസരിച്ചാൽ മതി, അവർക്കൊരു തൃപ്തിയൊക്കെ കിട്ടും. ബന്ധമൊന്നും ദൈവത്തോട് വേണ്ട. പൗലോസ് എഴുതുമ്പോഴും പറയുന്നുണ്ട്, ഡൂസ് ആൻഡ് ഡോൺസ്. നിങ്ങൾ എന്തുകൊണ്ട് ഈ തുടരുത്, രുചിക്കരുത്, ചെയ്യരുത് എന്നുള്ള കൽപ്പനകൾക്ക് വീണ്ടും വിധേയപ്പെടുന്നു? ദൈവങ്ങളെ, ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ, മൂന്നാമതൊരു തരത്തിലുള്ള പട്ടികളുണ്ട്. ഈ പട്ടികളെ വീട്ടിൽ വളർത്തുന്ന പട്ടികളാണ്. ഇതിനെ ബന്ധിച്ചിട്ടൊന്നുമില്ല, ചങ്ങലയൊന്നും ഇട്ടിട്ടില്ല. ഈ പട്ടിയെ ചങ്ങല ഇട്ടിട്ടില്ലെങ്കിൽ ഈ പട്ടി എന്ത് ചെയ്യത്തില്ല? ഈ വീടിന്റെ വളപ്പ് വിട്ട് എങ്ങോട്ടും പോകത്തില്ല. ഏത് തുറന്നിട്ടാലും ഈ പട്ടി എവിടെ കിടക്കും? വീട്ടിൽ തന്നെ കിടക്കും. ചങ്ങലയൊന്നുമില്ല. ചിലപ്പോഴൊക്കെ യജമാനൻ നല്ല പെരുപ്പ് കൊടുക്കുന്നുണ്ട് ഈ പട്ടി. അടി. ഈ അടി കൊള്ളുന്തോറും ഈ പട്ടിയുടെ സ്നേഹം കൂടുക. അറിയാമോ? ഈ പട്ടി എന്ത് ചെയ്യുന്നറിയാമോ? യജമാന്റെ ചുറ്റും വാലാട്ടിക്കൊണ്ട് റൗണ്ട് ചെയ്യുന്നത് കാണാൻ അടി കൊള്ളും. ചിരിച്ചോണ്ടാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. ഇതാണ് മക്കളെ യഥാർത്ഥത്തിൽ ദൈവമക്കളെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവരാ. അവർക്ക് ചങ്ങലയും കുറ്റിയും ന്യായപ്രമാണമൊന്നും വേണ്ട. അവർ സ്നേഹപാശത്താല യേശു ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, ന്യായപ്രമാണത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ പ്രമാണത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. ആരും നമ്മളെ നിർബന്ധിച്ചിട്ടല്ല നമ്മൾ ക്രിസ്ത്യാനി ആയതോ ക്രിസ്ത്യാനിയായിട്ട് തുടരുന്നതോ. എനിക്ക് നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള സ്നേഹബന്ധമായിരിക്കണം എന്നെ നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ന്യായപ്രമാണത്തെ യേശു ക്രിസ്തു നിവർത്തിച്ചു എങ്കിലും യേശു ക്രിസ്തുവിൽ നമുക്കൊരു പ്രമാണമുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണം, കുറ്റിയടിച്ച് ബന്ധിപ്പിക്കുന്ന പ്രമാണമല്ല. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ട്
നാം ദൈവവചനത്തെ അനുസരിക്കുന്നവരായിരിക്കണം. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം ജീവിതത്തെ ക്രമീകരിക്കുന്നവരാകണം. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം ദൈവത്തിന്റെ വേലകൾ, ദൈവത്തിന്റെ പ്രവർത്തികൾ, നമ്മെക്കുറിച്ചുള്ളതായ ദൈവിക ഉദ്ദേശങ്ങൾ നമ്മൾ നിവർത്തിക്കുന്നവരായി തീരണം. ദൈവസ്നേഹത്താൽ ബന്ധിക്കപ്പെട്ട ജീവിതമാണ് ദൈവരാജ്യത്തിലെ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അടുത്തത് 20-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മൾ വായിച്ചാൽ അതിന്റെ 48 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഈ രണ്ട് നീതികളെയും കമ്പയർ ചെയ്യുക. ഏത് രണ്ട് നീതികൾ? ന്യായപ്രമാണത്തിന്റെ നീതിയും യേശുക്രിസ്തുവിന്റെ നീതിയും. ന്യായപ്രമാണത്തിന്റെ നീതിയും യേശുക്രിസ്തുവിന്റെ നീതിയും. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. യേശുക്രിസ്തു നമുക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്നതായ നീതി എന്ന് പറയുന്നത് അതൊരു ഹൈ മൊറാലിറ്റിയാണ്. ന്യായപ്രമാണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരബിൾ ആകാത്ത ഒരു വലിയ ക്വാളിറ്റേറ്റീവ് മൊറാലിറ്റിയാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത്. സ്തോത്രം. ആ ഒരു നീതി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ നീതി ഒരു മനുഷ്യൻ ജീവിതകാലം പ്രവർത്തിച്ചാലും ലഭിക്കുവാൻ സാധിക്കുന്ന ഒരു നീതിയല്ല. ആയതുകൊണ്ട് ആ നീതി വിശ്വാസത്താലാണ് ദൈവം നമുക്ക് നൽകി തരുന്നത്. ആ നീതി യേശുക്രിസ്തുവിന്റെ മരണത്താലാണ് സമ്പാദിച്ചത്. അത് വിശ്വാസത്താൽ നമുക്ക് തന്ന് നമ്മളെ നീതിമാന്മാരാക്കിയിരിക്കുകയാണ്. ആ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്ന നീതിയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ യേശുക്രിസ്തു പറയുന്നത് ആ നീതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആ നീതിയിൽ ജീവിക്കണമെന്നാണ് പറയുന്നത്. എന്ന് പറയാൻ വളരണമെന്നാണ് പറയുന്നത്. ദൈവം നമ്മളെ നീതിമാന്മാരാക്കി. എന്നാൽ ആ നീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിൽ വളർന്നുകൊണ്ടേയിരിക്കണം. വളർന്നുകൊണ്ടേയിരിക്കണം. താഴോട്ട് പറയുമ്പോൾ കുല ചെയ്യരുത്. ഞാനോ നിങ്ങളോട് പറയുന്നു, കോപിക്ക പോലും വരുത്. താഴോട്ട് വരുമ്പോൾ വ്യഭിചാരം ചെയ്യരുത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ ആ രീതിയിൽ നോക്കുക പോലും വരുത്. 38-ാമത്തെ വാക്യത്തിൽ 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കള്ളസത്യം ചെയ്യരുത്. നിങ്ങളുടെ വാക്ക് ഉവ്വേ ഉവ്വേ എന്നും ഇല്ല ഇല്ല എന്നും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാക്ക് മാറുവാനായിട്ട് പാടില്ല. 38-ാം വാക്യം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്തെ അടിക്കുന്നവന് മറ്റേത് കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോട് കൂടെ പോവുക. നിന്നോട് യാചിക്കുന്നവനെല്ലാം കൊടുക്കുക. ഒഴിഞ്ഞു കളയരുത്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? 47-ാമത്തെ വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും, ആര്? ദൈവം ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. അങ്ങനെ നമ്മുടെ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
നമ്മുടെ ദൈവം സൽഗുണപൂർണനായിരിക്കുന്നെന്ന് പറഞ്ഞാൽ അവൻ അഗാപ്പേ ലവ് ആയിരിക്കുന്നു എന്നാണ്. ആ സ്നേഹം നമ്മൾ ഉണ്ടായിരിക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. ഇവിടെ യേശുക്രിസ്തു പറയുന്നത് സൽഗുണപൂർണൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന പദവും ഗ്രീക്ക് ഭാഷയിൽ ടീലിയോസ് എന്നാണ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലും ചിന്തിച്ച അതേ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പെർഫെക്റ്റ് ആയിത്തീരുക, തികഞ്ഞവനായിത്തീരുക. നമ്മളെ ഇപ്പോൾ ഒരുത്തൻ ഒരു ചകളത്തിൽ അടിച്ചു, മറ്റേതിനെ അടിച്ചെടുത്ത കൂടി ഒന്ന് കിട്ടി ഇല്ലയോ? കിട്ടിയില്ലയോ? കിട്ടി. ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് ചോദിച്ചാൽ 5 കിലോമീറ്റർ. നമ്മളവിടെ ബിസിയാ. ആയിക്കോട്ടെ പറഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ പറയാം ഒരു 10 കിലോമീറ്റർ കൂടെ മുമ്പോട്ട് പോകണം. നമ്മളാകെ പ്രാഗി ചെയ്യാൻ നോക്കുമോ ചെയ്യാതിരിക്കാൻ നോക്കുമോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? പ്രാഗി കൊണ്ട് എന്ത് ചെയ്യും? കൊണ്ടുവിടും. ഇനി നമ്മുടെ ക്ലൈഡർ ചോദിക്കുക. ക്ലൈഡർ എന്ന് പറഞ്ഞാൽ വസ്ത്രം ചോദിക്കുക. എനിക്ക് തണുക്കുന്നു. ഒരെണ്ണം കൊടുത്തപ്പോൾ മറ്റേതൂടെ വേണം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ അനുസരിച്ചാലും നമ്മുടെ ഉള്ളെന്തുവാ? വൈരാഗ്യമാണ്. വൈരാഗ്യമാണ്. നമ്മൾ അനുസരിച്ചു. യേശുക്രിസ്തു പറഞ്ഞ ഗിരിപ്രഭാഷണം നമ്മൾ അനുസരിച്ചു. 100% അനുസരിച്ചു. 500 രൂപ കൊടുത്തവൻ 1000 കൊടുത്തു. പക്ഷെ മനസ്സെന്തുവാ? അതല്ല സൽഗുണപൂർത്തി. സൽഗുണപൂർത്തി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ അഗാപ്പേ ലവിൽ ആയിരിക്കുക എന്നുള്ളതാണ് സൽഗുണപൂർത്തി എന്ന് പറഞ്ഞാൽ അഗാപ്പേ ലവിൽ കൂടെ മാത്രമേ ഒരു മനുഷ്യനെ നേടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മൾ പ്രാഗിക്കൊണ്ട് എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ഒരു ഫലവുമില്ല. നേരെ മറിച്ച് ഹൃദയത്തിൽ രൂപാന്തരപ്പെട്ടവരായി, ദൈവസ്നേഹം പകർന്നവരായി, പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവരായി, ഹൃദയത്തിൽ ദൈവവചനം എഴുതപ്പെട്ടവരായി, ദൈവത്തിന് സ്തോത്രം, ദൈവത്തോടുള്ള ബന്ധം, ദൈവം നമുക്ക് തന്നതായ പുതിയ സ്വഭാവം, അതിനനുസരിച്ച് നമ്മൾ പിറുപിറുപ്പില്ലാതെ നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ ആ പ്രവൃത്തി മറ്റുള്ളവന് ഒരു റിഡംഷനായി മാറും. യേശുക്രിസ്തു യൂദയുടെയും കൂടെ കാല് കഴിയുക. യേശുക്രിസ്തുവിന് അറിയാം ഇവനെ എന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്തു? അവൻ്റെ കാല് കഴിയും. എന്തിനാ കഴിയുമെന്നറിയാമോ? യേശുക്രിസ്തു അവൻ്റെ കാല് കഴുകിയത് യേശുക്രിസ്തു ചെയ്ത യേശുവിൻ്റെ അവസാനത്തെ അറ്റംപ്റ്റാണ്. എന്തിന്? ഇവൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടണം, ഇവൻ മാനസാന്തരപ്പെടുന്നെങ്കിൽ മാനസാന്തരപ്പെടണം. അപ്പോൾ അഗാപ്പേ ലവ് എന്ന് പറയുന്നത് അപരൻ്റെ വിടുതലിന് വേണ്ടിയുള്ളതാണ്. സ്തോത്രം. എൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. അപരൻ്റെ വിടുതൽ നമ്മുടെ ലക്ഷ്യമാകുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മിൽ പ്രസാദമുള്ളൂ. സൽഗുണപൂർത്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അഗാപ്പേ ലവ് കൊണ്ട് നിറയുക. അഗാപ്പേ ലവ് കൊണ്ട് നിറയുക എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൽ നിന്ന് എന്തെല്ലാം അനുഗ്രഹങ്ങൾ പ്രാപിച്ചാലും ആ അനുഗ്രഹങ്ങൾ നമ്മിൽ തന്നെ കെട്ടിക്കിടക്കാതെ അനേകരുടെ വിടുതലിന് വേണ്ടി, അനേകരുടെ ആത്മീയമാകുന്ന വിടുതലിന് വേണ്ടി നാം ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ഉപകരണമായി തീരണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുക. ഇന്ന് പലകാലം നമ്മൾ കേട്ടതുപോലെ ദൈവം നമ്മെ ഭാഗ്യവാന്മാരാക്കിയിരിക്കുക. ഒത്തിരി ഭാഗ്യാവസ്ഥ നമ്മൾക്കുണ്ട്. ആ ഭാഗ്യാവസ്ഥയിൽ നമ്മൾ തൃപ്തരായിരിക്കാതെ നമ്മൾ എന്നും വളരുന്നവരായിത്തീരണം. ഞാൻ നിങ്ങളെക്കാൾ ഏതാണ്ട് വ്യത്യാസമുള്ള ഒരാളാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ ഉൾപ്പിലിറങ്ങി നമ്മളെല്ലാം ഒരുപോലെ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും എന്താവശ്യമുണ്ട്? വളർച്ച ആവശ്യമുണ്ട്.
ഒരിക്കലും ദൈവവചനത്തെ നമ്മുടെ കാതുകളെ അടയ്ക്കുവാനായിട്ട് പാടില്ല. നാം മന്ദതയുള്ളവരായി തീരുവാനായിട്ട് പാടില്ല. നമ്മുടെ ദൈവം സൽഗുണപൂർത്തി ഉള്ളവനായിരിക്കുന്നത് പോലെ നാം സൽഗുണപൂർത്തി ഉള്ളവരായി തീരുവാൻ ഈ ലോകത്ത് വെച്ച് 18-ാം പടി കയറുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞാഴ്ച പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, ഇതുപോലെ നടക്കുന്ന കാര്യങ്ങളാണെന്ന്. ഈ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ വല്ലതും നടക്കുന്ന കാര്യങ്ങൾ ആണെന്ന്. അതെന്താ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് അറിയാം. ഇതൊന്നും നമ്മുടെ യത്നത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചത് എന്താ? നാം വിശ്വാസം എന്ന അടിസ്ഥാനത്തിന്മേൽ നിന്നുകൊണ്ട് പ്രയത്നിക്കുമ്പോൾ ദൈവമാണ് നമുക്ക് അഗാപ്പെ ലവ് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പഠിച്ചത് എന്താണെന്നറിയാമോ? നമ്മൾ യേശുക്രിസ്തുവിൽ റൂട്ടഡ് ആകുമ്പോൾ, നമ്മൾ യേശുക്രിസ്തുവിന്റെ വചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായ ഒരു ജീവിതത്തിനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ ശക്തിയാണ് നമ്മളെ തികവുള്ളവരാക്കുന്നത്. പത്രോസ് പറഞ്ഞത് ദൈവത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി ഇതാ പകർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ പണിയുന്നത്. നമ്മളെ തികവുള്ളവരാക്കുന്നത് നമ്മുടെ വർക്ക് റൈറ്റിയസ്നെസ് അല്ല. ദൈവം നമ്മെ നീതിമാന്മാരാക്കിയപ്പോൾ നാം വീണ്ടും വീണ്ടും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മളെ പണിയുകയാണ്. ആ പണിക്ക് വേണ്ടി നാം സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മളെ തികവുള്ളവരാക്കി തീർക്കുന്നത്. അത് 18-ാം പടി കയറി മോക്ഷം പ്രാപിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. സമർപ്പണമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ദൈവസന്നിധാനത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിക്കുക. ആ സമർപ്പണം നമുക്കുണ്ടാകുമ്പോൾ ദൈവവുമായിട്ടുള്ളതായ ആ സ്നേഹബന്ധത്തിൽ നമ്മളായിത്തീരും. നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നാം ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തെ അനുസരിക്കും. ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരത്തക്കതുകൊണ്ട് നമ്മുടെ മോറ്റീവിന് വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ മനോഭാവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ സമീപനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും. സത്യത്തിലെ ഗിരിപ്രഭാഷണം കൊണ്ട് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നതുമല്ല. ദൈവമക്കളാകുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടാകണം, നമ്മുടെ മനോഭാവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകണം, സമീപനങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകണം. യേശുക്രിസ്തുവിന്റെ അതേ മനോഭാവം ഉള്ളവരായി നമ്മൾ മാറണം. അങ്ങനെ ഒരു ഭാഗ്യാവസ്ഥയിൽ വരുമ്പോഴാണ് നമുക്ക് പറവാനുള്ളത്, ഞാൻ തികവുള്ളവൻ ആയി എന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർക്കുന്നത്.